ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഈദ് മുബാറക്. അപ്പം നമുക്ക് ഇതൊരു ഈദ് ഡേ വ്ളോഗാണ്. കുറേ നാളായി വീഡിയോസും ഷോർട്സ് ആയാലും എന്തും ഇട്ടിട്ട് അതിനൊക്കെയുള്ളൊരു ടൈം എനിക്കിപ്പോൾ കിട്ടുന്നില്ല. സോ ഇന്നൊരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചെടുത്തതാണ്. രാവിലെ ഉമ്മ ബിരിയാണിയൊക്കെ വെക്കാനുള്ളൊരു പണിപ്പുരയിലാണ്. ഇത് തലേന്നത്തെ ചിക്കൻ കറി നമ്മൾ രാവിലെ കാപ്പിക്ക് വേണ്ടി എടുക്കുന്നത്, അതങ്ങനെയാണ് പതിവ്. അപ്പോൾ എല്ലാ ഈദിനും രാവിലെ നിസ്കാരം എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ കുടുംബ വീട്ടിലോട്ട് പോവും. അവിടെ നമ്മളൊരു കണക്റ്റഡ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. കുഞ്ഞുമാടെ വീട്, മുത്താപ്പാടെ വീട്, അങ്ങനെ പല 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 ഒരു കോമ്പൗണ്ടിൽ കിടക്കുന്നതാണ്. അങ്ങനെ ഞാൻ ഓരോ വീട്ടിലും കയറി പെരുന്നാൾ വിശേഷമൊക്കെ പങ്കുവെച്ച് കുറച്ച് നേരം ഓരോ വീട്ടിലും സ്പെൻഡ് ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കും. പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ എൻ്റെ വാപ്പാടെ ചേട്ടൻ്റെ വീട്ടിൽ നിന്നാണ് കഴിക്കുന്നത്. എല്ലാ പ്രാവശ്യവും അങ്ങനെയാണ്. സോ ഇത്തവണയും പതിവ് തെറ്റിച്ചില്ല. നമ്മളിവിടെ ആ ഒരു കോമ്പൗണ്ടിൽ ഊനാലൊക്കെ ഇട്ടിട്ടുണ്ട് പിള്ളേർക്കെല്ലാം കളിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ അവിടെ ബ്രേക്ക്ഫാസ്റ്റിന് അപ്പം ഉണ്ടായിരുന്നു, പൊറോട്ട ഉണ്ടായിരുന്നു, ചിക്കൻ കുറുമ ഉണ്ടായിരുന്നു. എനിക്ക് കുറച്ച് ദിവസം മുന്നേ ഒരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഒരു ബീഫ് അലർജി പോലെ വരും. അപ്പോൾ കഴിഞ്ഞ മാസം ഇതേപോലെ കഴിച്ചപ്പം വീണ്ടും ബീഫ് അലർജി ആയി. സോ ഈ പെരുന്നാളിന് എൻ്റെ വീട്ടിലും ബീഫൊന്നും ഇല്ല. അപ്പം വല്ലയിടത്തും പോയാലും എനിക്ക് ബീഫ് ഉള്ളതൊന്നും കഴിക്കാൻ പറ്റത്തില്ല. ഭാഗ്യത്തിന് എനിക്ക് ചിക്കൻ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെ അതെല്ലാം കഴിച്ച് കഴിഞ്ഞ് ഞാൻ മെഹന്തി ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ബിഗ് ബി എടുത്ത്, പെട്ടെന്ന് പണി തീരുന്ന പണിയായതുകൊണ്ട് ബിഗ് ബി എടുത്തിട്ട് ജസ്റ്റ് ഒരു ഗൂഗിളിൽ നോക്കിയൊരു ഡിസൈൻ ഇട്ട് അത് ഇതാക്കി. വീട്ടിൽ വന്നപ്പോഴത്തേക്കും ഉമ്മ ബിരിയാണി എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. വാപ്പ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് കുറച്ച് ബിരിയാണിയൊക്കെ നമുക്ക് കൊടുത്തു വിടണമായിരുന്നു. അങ്ങനെ നമ്മൾ അതൊക്കെ പാക്ക് ചെയ്ത് ഒരു 1:30 ആയപ്പോഴത്തേക്കും നമ്മളും കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്ന്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ചെറിയ പെരുന്നാളിന് എപ്പോഴും ബീഫ് ബിരിയാണിയാണ് വെക്കുന്നത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ ഈ ഒരു കണ്ടീഷൻ വെച്ചിട്ട് ഞാൻ സമ്മതിച്ചില്ല. അതുകൊണ്ട് ചിക്കൻ ബിരിയാണി തന്നെ ആക്കി. ഇത്തവണ ഇങ്ങനെ പൊക്കോട്ടെ, ഞാൻ പതുക്കെ കൊണ്ട് ബീഫ് കഴിച്ച് ട്രൈ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഇനിയും വരുമെന്ന് അറിയത്തില്ല, എങ്കിലും നമുക്ക് നോക്കാം. പിന്നെ 7up ഉണ്ട്, കാരണം കഴിച്ചതെല്ലാം ദഹിക്കാൻ 7up അത്യാവശ്യമാണ്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം ഉറങ്ങി എഴുന്നേറ്റപ്പോഴത്തേക്കും എൻ്റെ ഫ്രണ്ട്സ് എല്ലാം ഐഷിൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനൊരു 5 മിനിറ്റ് എന്ന് വിചാരിച്ച് ഞാൻ എല്ലാം ഒരുങ്ങേണ്ട സാധനം എല്ലാം എടുത്ത് ഓടി അവളെ വീട്ടിലോട്ട് പോയി. പിന്നെ അവിടെ ചെന്ന് ഒരുങ്ങിയിട്ട് നമ്മൾ കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. കഷ്ടപ്പെട്ട് മൈലാഞ്ചി ഇട്ടതിൻ്റെ കുറച്ച് ഷോ നമ്മൾ കാണിക്കണമല്ലോ. നമ്മളെല്ലാവരും കൂടെ ഒരുപാട് നാളായി കണ്ടിട്ട്, അതുകൊണ്ടാണ് ഞാനൊരു 15 മിനിറ്റെങ്കിൽ അത്രയും എന്ന് വിചാരിച്ച് ഓടിപ്പോയത്. അങ്ങനെ നല്ലതായിരുന്നു. കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു, കുറേ ഫോട്ടോസ് എടുത്തു, കുറേ വീഡിയോസ് എടുത്തു. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇനി എനിക്കൊരു 5 PM ആകുമ്പം ഇവിടുന്ന് ഇറങ്ങിയിട്ട് തിരിച്ച് ഉമ്മയുടെ വീട്ടിലോട്ട് പോകണം. രാവിലെ നമ്മുടെ വീട്ടിലാണെങ്കിൽ വൈകുന്നേരം ഉമ്മയുടെ വീട്ടിലായിരിക്കും, കുടുംബ വീട്ടിലായിരിക്കും നമുക്ക് പെരുന്നാൾ എല്ലാവരും കൂടെ കൂടിയിട്ടുള്ള ഒരു ചെറിയ ഒരു ആഘോഷം. അതുകൊണ്ട് അടുത്ത വണ്ടി പിടിച്ച് പെട്ടെന്ന് വീട്ടിൽ വന്ന് ബ്രദറുമായിട്ട് നമ്മൾ പോയി, ഉമ്മയുടെ വീട്ടിലോട്ട് പോയി. അവിടെ ചെന്നപ്പം എല്ലാവരും ഉണ്ട്. എങ്കിലും കുറച്ച് പേരൊക്കെ ഇവിടെ ഇല്ല, കുറേ പേരൊക്കെ പുറത്താണ്. അങ്ങനെ കുറച്ച് പേര് മിസ്സിങ് ആണ്. അത്യാവശ്യം ഇവിടെ നാട്ടിലുള്ളവർ എല്ലാവർക്കും കൂടെ ഒത്തുകൂടാൻ പറ്റി. അപ്പോൾ നമ്മൾ വൈകുന്നേരം ഒരു 5 മണി 6 മണി ആയപ്പോഴത്തേക്കും അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് അവിടെയും ചെന്ന് ഉടുപ്പൊക്കെ ഇട്ട് വന്നേല്ലേ, പുത്തൻ ഉടുപ്പൊക്കെ ഇട്ട് വന്നുകൊണ്ട് എല്ലാവരും ചേർന്ന് നിന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കലാണ്. ഈ കാര്യങ്ങളൊക്കെ ഞാൻ കുഞ്ഞിലേ മുതലേ, എൻ്റെ ഓർമ്മ വെച്ച കാലം മുതലേ ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ പെരുന്നാൾ ടൈമിലൊക്കെ നടന്നു പോകുന്ന ഒരു കമ്പൽസറി തിങ്ങാണ്. രാവിലെ വീട്ടിൽ ഫുഡ് കഴിക്കുന്നു, ബിരിയാണിയൊക്കെ കഴിച്ചൊരു 4 മണിയാകുമ്പോഴത്തേക്കും പുതിയ ഉടുപ്പൊക്കെ ഇട്ട് ഇവിടെ നമ്മുടെ ഉമ്മയുടെ വീട്ടിലോട്ട് വരുന്നു. ഇവിടെ കസിൻസും അല്ലെങ്കിൽ എല്ലാവരും കൂടി നിന്ന് പുതിയ ഉടുപ്പിൻ്റെ കുറച്ച് ഷോയും കാണിച്ച് കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുക്കുന്നു. പിന്നെ വാട്സപ്പൊക്കെ വന്ന ടൈമിൽ പിന്നെ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടാൻ തുടങ്ങുന്നു. അങ്ങനെയൊക്കെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ കുറേ ആയി ഒരു ഫാമിലി ഫോട്ടോ ഒക്കെ എടുത്തിട്ട്. ഞാൻ പറഞ്ഞ പോലെ ഇത്രയല്ല, കുറച്ചധികം പേര് ഇനി വരാനുണ്ട്. പിന്നെ എല്ലാ ഷോയും കഴിയുമ്പോഴത്തേക്കും ഉടുപ്പെല്ലാം ഊരിയിട്ട് എടുത്ത ഫോട്ടോസ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നു, പോസ്റ്റ് ചെയ്യുന്നു. അതാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. പിന്നെ രാത്രി 10 മണിയായപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു പൂതി ജസ്റ്റ് ഒന്ന് പുറത്ത് പോയിട്ട് വരാമെന്ന്. അങ്ങനെ ഒറ്റ വണ്ടിയിൽ ഇത്രയും പേരും കൂടെ കുത്തി നിറച്ച് ഇട്ടുകൊണ്ട് നമ്മൾ ബീച്ചിലും പോയി. അവിടെ ചെന്നപ്പം പടക്കമൊക്കെ പൊട്ടിക്കുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ചിങ്ങ് പോകുന്നു 1 മണിയായപ്പോൾ. അപ്പം അത്രയേ ഉള്ളൂ. ഇഷ്ടമായി ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.